അങ്ങനെ നമ്മുടെ അലീനെ ബാലചന്ദ്രൻ പോലീസിന്റെ സഹായത്തോടു കൂടി കണ്ടെത്തിയിരിക്കുകയാണ്. അലീന വൈജയന്തിയുടെ മോളാണെന്ന് അറിഞ്ഞതോടുകൂടി രാജീവനും ശിവശങ്കര മേനോനും ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. മനു ആണെങ്കിൽ അലീനെ തപ്പി തിരുവനന്തപുരം വരെ പോയി. പോരാത്തേന് അലീനെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ തൻ്റെ അച്ഛനും കൊച്ചച്ഛനാണെന്ന് അറിഞ്ഞപ്പോൾ മനുവിന് വല്ലാത്ത സങ്കടവും ദേഷ്യവും അപമാനവും ഒക്കെ ഉണ്ട് കേട്ടോ. അലീനെ ഒരു പോറൽ പോലെ ഏൽക്കാതെ തിരിച്ചു കിട്ടിയെന്ന് ബാലചന്ദ്രൻ പറഞ്ഞപ്പോഴാണ് നമ്മുടെ മനുവിന് ഒരാശ്വാസമായത്. അലീനയ്ക്ക് ഫോൺ കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട, ഞാൻ നേരിട്ട് വന്ന് കണ്ടോളാമെന്നാണ് കേട്ടോ മനു പറഞ്ഞത്. അങ്ങനെ അലീനെ കാണാൻ മനു നേരിട്ട് കടപ്പാട്ടൂർ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. രാത്രി മുഴുവൻ വണ്ടി ഓടിച്ച് അവശനായിട്ടാണെങ്കിൽ പോലും അലീനെ കാണുന്ന ആഗ്രഹത്തോടു കൂടിയാണ് കേട്ടോ മനു വരുന്നത്. തൻ്റെ അച്ഛനും കൊച്ചച്ഛനും കാരണമാണല്ലോ അലീനയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. അതാലോചിക്കുമ്പോൾ അലീനെ ഫേസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ മനുവിന്. പക്ഷേ അലീനെ കാണാതിരിക്കാനും സാധിക്കില്ല. മനു വന്നതും ബാലചന്ദ്രനാണ് കേട്ടോ വാതിൽ തുറക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആ നീ നേരിട്ടിങ്ങ് പോന്നോ? ഞാൻ കരുതി നീ ഒന്ന് റെസ്റ്റ് എടുത്തിട്ടായിരിക്കും വരികയെന്ന്. രാത്രി മുഴുവൻ അന്വേഷിച്ച് നടന്നതല്ലേ? അപ്പം മനു പറയുന്നുണ്ട്, അതെങ്ങനെയാ അങ്ങളെ, അവളൊന്ന് നേരിട്ട് കാണാതെ എനിക്കെങ്ങനെയാ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുക? ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കറിയാടാ നിന്റെ മനസ്സൊക്കെ. ഏതായാലും നീ ഇരിക്കി, ഞാൻ അവളെ വിളിക്കാം. അങ്ങനെ പറഞ്ഞ് ബാലേന്ദ്രൻ അലീനെ വിളിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോള് വരുന്നുണ്ട് അങ്ങോട്ട്. ആ മനുവേട്ടൻ വന്നോ? മനുവേട്ടൻ വിഷമിക്കണ്ട, അലീന ചേച്ചിക്ക് ഒന്നും പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇന്നലത്തോടുകൂടി ഞാൻ രാജീവങ്ങളിനെയും ശിവങ്ങളെയും വെറുത്തുപോയി. എങ്ങനെ സാധിക്കുന്നു അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? അതിന് മാത്രം അലീന ചേച്ചി അവരോട് എന്ത് തെറ്റാ ചെയ്തേ? അപ്പം മനു പറയുന്നുണ്ട്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. പണത്തിൻ്റെ അഹങ്കാരം മാത്രമേ അവർക്കുള്ളൂ, തലയ്ക്കകത്ത് ആൾതാമസമൊന്നുമില്ല. അതേ നിലത്തോടുകൂടി എനിക്ക് ബോധ്യമായി. എങ്ങനെ പോയാലും പിടിക്കപ്പെടുന്ന അറിഞ്ഞിട്ടല്ലേ അവർ ഈ പണിയൊക്കെ ചെയ്തത്. ഞാൻ ആ കുടുംബത്തിൽ ജനിച്ചു പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. അപ്പോഴേക്കും അലീന അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അലീനയ്ക്കാണെങ്കിൽ മുഖത്ത് നല്ല സങ്കടമുണ്ട്. അലീനെ കണ്ടതും മനുവിൻ്റെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങി. അലീനോട് എന്താ പറയുക, എങ്ങനെ ആശ്വസിപ്പിക്കുക, ഇതൊന്നും മനുവിനെ അറിയുന്നില്ല കേട്ടോ. അപ്പം മനു ചോദിക്കുന്നുണ്ട്, നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? ഇത് കേട്ടതും അലീന പറയുന്നുണ്ട് കേട്ടോ, മനുവേട്ടനോട് ദേഷ്യമോ? എന്തിന്? അതിന് മനുവേട്ടൻ എന്താ ചെയ്തത്? തെറ്റ് ചെയ്തത് അവരല്ലേ. അതിനവരെൻ്റെ കാല് പിടിച്ച് മാപ്പും പറഞ്ഞു. മാത്രമല്ല അവർ ചെയ്ത തെറ്റിന് മനുവേട്ടനോട് എനിക്ക് ദേഷ്യം തോന്നേണ്ട കാര്യം എന്താ? അപ്പം മനു പറയുന്നുണ്ട്, എന്നാലും നിനക്ക് ആവശ്യമുള്ള സമയത്തൊന്നും എനിക്ക് നിൻ്റെ അടുത്ത് ഓടിയെത്താൻ പറ്റിയിട്ടില്ല. അതിന് നിനക്കെന്നോട് പിണക്കമുണ്ടോ? ഇത് കേട്ടപ്പോൾ അലീന പറയുന്നുണ്ട്, പിണക്കോ? എനിക്കറിയാം മനുവേട്ടനെ. മനുവേട്ടന് പറ്റുന്നതൊക്കെ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണ്ടിയല്ലേ മനുവേട്ടൻ തിരുവനന്തപുരം വരെ പോയി അന്വേഷിച്ചത്? അതൊക്കെ എനിക്ക് വേണ്ടി തന്നെയല്ലേ ചെയ്തത്? എനിക്കറിയാം മനുവേട്ടനെ. മനുവേട്ടനോട് എനിക്ക് ഒരു പിണക്കവും ഇല്ല. അപ്പം മനു പറയുന്നുണ്ട്, എന്നാലും അവർ ചെയ്ത തെറ്റിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക. ഇനി ഒരിക്കലും അങ്ങനെ ഒരവസ്ഥ വരാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ പറഞ്ഞ് അലീനയുടെ കൈ പിടിച്ച് മാപ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മനു. ഇതൊക്കെ നമ്മുടെ കൃഷ്ണമോൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് കേട്ടോ, എനിക്കറിയാം, ഞാനുള്ളത് കൊണ്ടല്ലേ ഈ ഒരു ഫോർമാലിറ്റി, അല്ലെങ്കിൽ ഇതൊരു ഹഗ്ഗിൽ ഒതുങ്ങിയേനെ. ഇത് കേൾക്കുമ്പോൾ മനുവിന് ചെറുതായിട്ട് ചിരി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ബാലേന്ദ്രൻ അങ്ങോട്ട് വരുന്നുണ്ട്. കഴിഞ്ഞോ നിന്റെ സങ്കടം പറച്ചിൽ? അപ്പം മനു പറയുന്നുണ്ട്, അവരെന്തിനാ അങ്ങളെ വെറുതെ വിട്ടത്? അവർ ചെയ്ത തെമ്മാടിത്തരത്തിന് അവരിന്ന് ജയിലിൽ കിടക്കേണ്ടവരല്ലേ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാനും അത് തന്നെ ആദ്യം വിചാരിച്ചത്. പിന്നെ അലീനയുടെ കാല് പിടിച്ച് മാപ്പ് പറയിച്ചു. പിന്നെ അവളും പറഞ്ഞു കേസൊന്നും വേണ്ടാന്ന്. അതുകൊണ്ടാണ് ഞാൻ വെറുതെ വിട്ടത്. മാത്രമല്ല ഒരു തുക കോമ്പൻസേഷനായിട്ട് അവളുടെ അക്കൗണ്ടിലോട്ട് ഇടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അവർ ഇവൾക്കെതിരെ ഒരു ചെറു വിരൽ പോലും എനക്കില്ല, ആ ഉറപ്പിനെനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, നീ എന്തെങ്കിലും കഴിച്ചോ? ഇന്നലെ രാത്രി തുടങ്ങി അലച്ചിലല്ലേ? അപ്പം മനു പറയുന്നുണ്ട്, ഇല്ലങ്ങളെ, ഒന്നും കഴിച്ചിട്ടില്ല. വിശപ്പൊന്നും ഞാൻ അറിഞ്ഞത് പോലുമില്ല. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരുന്നല്ലോ ഞാൻ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്നാ നീ ഇരിക്കടാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അപ്പം മനു പറയുന്നുണ്ട്, വേണ്ട അങ്ങളെ, ഇപ്പം എനിക്കൊന്നും വേണ്ട. ആദ്യം എനിക്ക് ചിലരെയൊക്കെ കാണാനുണ്ട്, അവരോട് 2 വാക്ക് സംസാരിക്കണം. അത് കഴിഞ്ഞിട്ടേ എനിക്ക് എന്തെങ്കിലും ഇറങ്ങൂ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി നീ ആരെ ഉദ്ദേശിച്ചതെന്ന്. എന്തായാലും നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, നിനക്കതിനുള്ള അവകാശമുണ്ട്. അങ്ങനെ അലീനോടും ബാലേന്ദ്രനോടും ഒക്കെ യാത്ര പറഞ്ഞ് മനു അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. കൊല്ലപ്പള്ളിയിലാണെങ്കിൽ
ഗംഗാധരനും രാജീവനും ശിവശങ്കരനൊക്കെ കൂടി ഇന്നലെ നടന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാണ് കേട്ടോ. അവിടെ കമലയും ഹരിയും രോഹിത്തും ഒക്കെ ഉണ്ട്. അലീനയുടെ കാല് പിടിച്ച് മാപ്പ് പറയേണ്ടി വന്നു എന്നറിഞ്ഞപ്പോൾ കമലയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതിൻ്റെ പേരിൽ കമല ശിവശങ്കരനെയും രാജീവിനെയും ഒക്കെ കളിയാക്കുന്നുണ്ട്. സ്വന്തം നിലയും വിലയൊക്കെ മറന്ന് ആ ബാലേന്ദ്രൻ്റെ വാക്കും കേട്ട് ആ പീറ പെണ്ണിൻ്റെ കാലും പിടിച്ച് വന്നിരിക്കുന്നു. ഇതിൽ പരം നാണക്കേട് വേറെ ഉണ്ടോ? അപ്പം ശിവശങ്കരൻ പറയുന്നുണ്ട്, കാല് പിടിക്കേണ്ടി വന്നാൽ കാല് പിടിക്കണം, അല്ലെങ്കിൽ ഇപ്പം ജയിലിൽ കിടക്കായിരുന്നു. ഇത് കേട്ടപ്പോൾ കമല പറയുന്നുണ്ട്, കാല് പിടിക്കാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഈ പണിക്ക് ഇറങ്ങി തിരിച്ചേ? മിണ്ടാതെ വീട്ടിൽ കുത്തിയിരുന്നാൽ പോരായിരുന്നോ? ഇതിപ്പോൾ ബാലേന്ദ്രൻ്റെ ആ പെണ്ണിൻ്റെ മുമ്പിൽ നമ്മളാകെ ചൂളിപ്പോയില്ലേ? അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, കമലെ, ഇവർ ചെയ്ത് വലിയൊരു തെറ്റാ. അതിനെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ആ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകൾ അലീനെ ആക്രമിച്ചിരുന്നെങ്കിലോ, അവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? പിന്നെ ഇതൊന്നും ആയിരിക്കില്ല സംഭവിക്കാൻ പോകുന്നത്. അവളുടെ കാല് പിടിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് അവളോട് ചെയ്ത തെറ്റിനുള്ള പരിഹാരമാണ്. അവൾക്ക് വേണേ കേസുമായി മുന്നോട്ട് പോകായിരുന്നു. പക്ഷേ അവൾ ക്ഷമിക്കാനുള്ള മനസ്സ് കാണിച്ചു. അതും കൂടി നമ്മൾ കണക്കിലെടുക്കണ്ടേ? അപ്പം കമല പറയുന്നുണ്ട്, നിങ്ങളോടൊക്കെ എന്നാ പറയാനാ? ഓരോന്നൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് ഇവിടെ ഒരുത്തുണ്ട്, അവളെ കാണാനില്ലെന്ന് അറിഞ്ഞത് മുതൽ തപ്പി നടക്കുക. ഇതുവരെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. വിളിച്ചാൽ ഫോണിട്ട് എടുക്കത്തുമില്ല. ഇനി അവൻ എന്തൊക്കെ പുകിലാണോ ഉണ്ടാക്കുക? അപ്പോഴേക്കും മനു കയറി വരുന്നുണ്ട് കേട്ടോ വീട്ടിലേക്ക്. മനുവിനെ കണ്ടതും എല്ലാവരും ഒന്ന് സൈലൻ്റായി. മനു ആണെങ്കിൽ വല്ലാത്തൊരു ദേഷ്യത്തിലായിരുന്നു കേട്ടോ. എന്താണ് ഇവിടെ ഒരു ഗൂഢാലോചന? ഇനി അടുത്ത തട്ടിക്കൊണ്ടുപോലും പ്ലാൻ ചെയ്യാണോ? അപ്പം രാജീവൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ കുത്തല്ലേ മനു, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ. അപ്പം മനു ചോദിക്കുന്നുണ്ട്, അബദ്ധോ? ഇതാണോ അബദ്ധം? ഒരു പെൺകുട്ടിയെ ഗുണ്ടകളെ വെച്ച് കിഡ്നാപ്പ് ചെയ്യിച്ചിട്ട് അബദ്ധം പറ്റിയതാണ് പോലും. നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ? ഞാൻ നിങ്ങളോട് കെഞ്ചി ചോദിച്ചതല്ലേ അവൾ എവിടെ ഒളിപ്പിച്ചേന്ന്? അപ്പം നിങ്ങൾക്ക് പറയായിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ നിങ്ങളൊക്കെ ഇത്രയ്ക്ക് വലിയ മണ്ടന്മാരായിരുന്നു. എങ്ങനെ പോയാലും പിടിക്കപ്പെടുന്ന അറിഞ്ഞൂടെ നിങ്ങൾക്ക്? എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ അവളോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? അപ്പോൾ ശിവശങ്കരമേനോൻ പറയുന്നുണ്ട്, നീ ക്ഷമിക്കടാ മനു, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്. അതിന് അവളുടെ കാല് പിടിച്ച് മാപ്പും പറഞ്ഞു. ഇനി നീ വീണ്ടും തുടങ്ങല്ലേ? അപ്പം മനു പറയുന്നുണ്ട്, കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ അതുകൊണ്ട് തീർന്നോ അല്ല? അവൾക്ക് ചോദിക്കാനും പറയാനും ആരില്ലെന്ന് കരുതിയല്ലേ നിങ്ങൾ ഈ സാഹസമൊക്കെ കാണിച്ചു കൂട്ടിയത്? ആര് പറഞ്ഞു നിങ്ങളോട് അവൾക്ക് ചോദിക്കാനും പറയാനും ആരില്ലെന്ന്? ഞാനുണ്ട് അവൾക്ക്. ഇനി അവളെ തൊട്ടാ അച്ഛനാണ് കൊച്ചച്ഛനാണെന്നൊന്നും ഞാൻ നോക്കില്ല. ആ കൈ ഞാനങ്ങ് വെട്ടും. ഇത് കേട്ടതും എല്ലാവരും ഒന്ന് ഞെട്ടിയിട്ടോ. അപ്പം കമല പറയുന്നുണ്ട്, എടാ മനു, നീ എന്തൊക്കെയായി പറയുന്നേ? എങ്ങോട്ടാ നീ കയറി പോകുന്നത്? നിന്റെ അച്ഛനെയും കുടുംബക്കാരെക്കാളും വലുതാണോ നിനക്ക് ആ പീറപ്പെണ്ണ്? അപ്പം മനു പറയുന്നുണ്ട്, അതെ, എനിക്ക് അവൾ പ്രിയപ്പെട്ടവൾ തന്നെയാണ്, മറ്റാരേക്കാളും. നിങ്ങൾക്കൊക്കെ അവൾ വേലക്കാരിയായിരിക്കാം, ഹോം നേഴ്സായിരിക്കാം, ആരോരും ഇല്ലാത്ത അനാഥയായിരിക്കാം. പക്ഷേ എനിക്ക് അവൾ അങ്ങനെയല്ല. അലീന, അവൾ എൻ്റെ പെണ്ണാ, ഈ മനുവിൻ്റെ പെണ്ണ്. ഇത് കേട്ടതും കമല ദേഷ്യം കൊണ്ട് ഉറഞ്ഞു തുള്ളാൻ തുടങ്ങിയിട്ടോ. എന്താടാ നീ പറഞ്ഞേ? നിന്റെ പെണ്ണോ? ഏതോ സ്ത്രീ പഴച്ച് പ്രസവിച്ച അവളെ നീ നിന്റെ ഭാര്യയാക്കാന്നാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഈ കമല ജീവിച്ചിരിക്കുന്നിടത്തോളം ആ ആഗ്രഹം നടക്കില്ല മനു. അപ്പോൾ ഗംഗാധരമേനോൻ ഇതിൽ ഇടപെടുന്നുണ്ട് കേട്ടോ. കമലെ, നീ ഒന്നും മിണ്ടാതിരിക്കേ, ഞാൻ അവനോട് സംസാരിക്കാം. മനു, ഒരു സിമ്പതിയുടെ പുറത്ത് എടുത്തു ചാടേണ്ട ഒന്നല്ല കല്യാണം എന്ന് പറയുന്നത്. അതൊരു കമ്മിറ്റ്മെൻറ്റാണ്. ഇതിന് മറുപടിയായിട്ട് മനു പറയുന്നുണ്ട്, ആര് പറഞ്ഞു ഞാൻ എടുത്തു ചാടിയെടുത്ത തീരുമാനമാണെന്ന്? നിങ്ങൾക്ക് ആർക്കും അറിയാത്തതുകൊണ്ടാണ്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അലീനെ ആദ്യമായി ആ അനാഥാലയത്ത് വെച്ച് കണ്ടപ്പോൾ മുതൽ അവൾ എൻ്റെ മനസ്സിൽ കയറി കൂടിയതാ. പിന്നെ കൂടെ കൂടെ കാണണമെന്ന് തോന്നി. എൻ്റെ ബാംഗ്ലൂരിലെ ജോലി പോലും ഉപേക്ഷിച്ച് എറണാകുളത്തോട്ട് വന്നത് അവൾ ഇടയ്ക്കിടയ്ക്ക് കാണാലോ എന്ന് കരുതിയാ. മുത്തശ്ശിയുടെ പേര് പറഞ്ഞിട്ടാണെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കടപ്പാട്ടൂർ പോയിരുന്നത് അലീനെ കൂടി കാണാൻ വേണ്ടിയാ, അവളോടൊന്ന് മിണ്ടാൻ വേണ്ടിയാ. എൻ്റെ മനസ്സിലെ ഇഷ്ടം അവളോട് തുറന്ന് പറയാനിരിക്കുന്ന സമയത്താണ് ഈ ഹരിയും രോഹിത്തും കൂടി അന്ന് അവളോട് അങ്ങനെ ചെയ്തത്. പിന്നെ അവളോടത് പറയാൻ എനിക്ക് പേടിയായിരുന്നു. ഞാനും ഇവരെപ്പോലെ തന്നെ അവളുടെ സൗന്ദര്യം കണ്ട് പിന്നാലെ നടക്കുന്നതെന്ന് വിചാരിച്ചാലോ എന്ന് കരുതിപ്പോയി. അങ്ങനെ ആ ഇഷ്ടം ഉള്ളിൽ തന്നെ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു ഞാൻ. ആദ്യം അവൾക്ക് നല്ലൊരു ജോലി ശരിയാക്കി കൊടുക്കണം, പിന്നെ ആ വീട്ടിൽ നിന്ന് അവളെ മാറ്റണം. അതിനുശേഷം എൻ്റെ ഇഷ്ടം അവളുടെ മുന്നിൽ അവതരിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേ. അതിനിടയിലാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ പൊട്ടിമുളച്ചത്. ഇനിയും ഞാൻ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് തുറന്നു പറയുന്നത്. ഇനി ആരെതിർത്താലും ഞാൻ അവളെ തന്നെ കിട്ടും. അതെൻ്റെ ഉറച്ച തീരുമാനമാണ്. അതിൻ്റെ പേരിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്ക് അന്തസ്സായ ഒരു ജോലിയുണ്ട്, അത് മതി എനിക്ക് അവളെ പൊന്നുപോലെ നോക്കാൻ. അതും പറഞ്ഞ് മനു മുകളിലോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് എല്ലാവരും അന്താളിച്ച് നിൽക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു കേട്ടോ ഇത്.
കമലയാണെങ്കിൽ ദേഷ്യം കൊണ്ട് ഉറഞ്ഞു തുള്ളുമായിരുന്നു. ഇത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ ഈ കല്യാണം നടത്തില്ല. ഇതേ സമയം ഗംഗാധരനും രാജീവനും ശിവശങ്കരനെല്ലാം പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് കേട്ടോ. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അലീനയെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് മാറ്റി ഈ പ്രശ്നമൊക്കെ സോൾവ് ചെയ്യാനാണ് കേട്ടോ അവർ വിചാരിച്ചിരുന്നത്. അപ്പോഴാണ് മനു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ലൂപ്പിൽ അകപ്പെട്ട പോലെയാണ് കേട്ടോ. അലീനയെ എങ്ങനെ നോക്കിയാലും അവിടുന്ന് പുറത്തിറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്രയാണ് കേട്ടോ വരാൻ പോകുന്ന എപ്പിസോഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്